അപ്പോൾ ഞാൻ കൊടുത്ത പൈസ മലയാളത്തിലെ പ്രമുഖ നടന് കൊടുത്തു എന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ആൾ പിന്നീട് ഞാനൊരു സമയത്ത് അദ്ദേഹം എന്നു വെച്ചാൽ ഒരു സിനിമ നടക്കുമ്പോൾ അടുത്ത സിനിമയുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് അടുത്തിരിക്കുന്ന ആൾക്കാർ പറയാണ് ഇനി രജീസ് അങ്ങോട്ട് വരണ്ട, നിർമ്മാതാവിനോട് എത്രയും വേഗം അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പൈസ ഇതുവരെ ഒന്നും കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ 5 നയാ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ അവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ അത് പൂർണ്ണമായി എന്നെ അതുവരെ എൻ്റെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാമല്ല നിന്നു. ഞാൻ പലരോടും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ വലിയ വലിയ തട്ടിപ്പുകൾ നടത്തി വലിയ സിനിമകളൊക്കെ മുന്നേ ചെയ്ത ആളാണ്. അദ്ദേഹം ഇവിടുന്ന് രക്ഷപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നൊക്കെ തിരിച്ചു വന്ന് ഇപ്പോൾ മലയാളത്തിൽ അനുകൂല സാഹചര്യം ഉണ്ടാക്കി വന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാനിതറിഞ്ഞു എന്ത് ചെയ്യണം. എൻ്റെ സ്ഥലം പോയി അന്വേഷിക്കുന്നു, എനിക്ക് ചെക്ക് തരുന്നു, ചെക്ക് പല തവണയായിട്ട് മടങ്ങുന്നു. എൻ്റെ സ്ഥലം വേറൊരാളുടെ കയ്യിലേക്ക് ഇയാൾ മറിച്ചു വയ്ക്കുന്നു. 50 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് 90 ലക്ഷത്തിലേക്ക് അയാളത് മറിച്ചു വയ്ക്കുന്നു. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കിടപ്പാടം വരെ പോകുന്നു. ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്നു, 5 മാസം വാടക കൊടുക്കാനില്ല, എൻ്റെ വണ്ടി വിൽക്കുന്നു, നിരവധിയായ പ്രശ്നങ്ങൾ. ഞാൻ അപ്പോഴാണ് ഈ കൃപാസനത്തിലേക്ക് ആദ്യമായി വരുന്നത്. ആദ്യമേ വന്ന് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ടു, ഇവിടുന്ന് പോയി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരോട് പറയാനുള്ള ഒരു ധൈര്യം വന്നു. അതുവരെ എനിക്ക് ധൈര്യമില്ലായിരുന്നു. കാരണം ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ സിനിമ ഭാവിയെ അത് ബാധിക്കുമോ, അല്ലെങ്കിൽ ഇവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ തുടക്കക്കാരൻ ആദ്യം ഒരു സിനിമ ചെയ്തു, അത് വിജയിച്ചു, അത് മാത്രമേ എനിക്കുള്ളൂ അഡ്രസ്സ്. പക്ഷേ മാതാവ് ഇവിടുന്ന് പറഞ്ഞു ധൈര്യമായിട്ട് നീ പോയി പറയുക. ഞാൻ പ്രധാന നടനോട് പറയുന്നു. അദ്ദേഹം പെട്ടെന്ന് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എന്നോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് പൈസ മുടക്കാൻ പോയത്, നിങ്ങൾ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യാനുള്ള അവസരം ഞാൻ തന്നു. ഞാൻ ഉടനെ അയാളെ വിളിക്കാം. ആ നിർമ്മാതാവിനെ വിളിക്കുന്നു, അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, അയാൾ കുറച്ച് ദിവസം സമയം ചോദിക്കുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ചെക്ക് തരുന്നതിൻ്റെ ചെക്ക് മടങ്ങുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ മുന്നോട്ടുള്ള നീക്കം ശരിയല്ല എന്ന് കാണുമ്പോൾ ഈ സിനിമയിലുള്ള പലരും എന്നെ ഉപദേശിക്കുന്നു. നമ്മളങ്ങനെ എൻ്റെ അസോസിയേഷൻ എനിക്ക് വേണ്ടി മീഡിയേഷൻ ഇയാളെ വിളിക്കുന്നു. നിർമ്മാതാക്കളുടെ സംഘടന, ഞാൻ തിരക്കഥാകൃത്തുക്കളുടെ സംഘടനയിലും സംവിധായകരുടെ സംഘടനയിലും അംഗമാണ്. അവർ വിളിക്കുന്നു, മീഡിയേഷൻ വെക്കുന്നു, ഇദ്ദേഹത്തെ വിളിക്കുന്നു. ഇദ്ദേഹത്തിന് നേരത്തെ കുടിശ്ശികയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ അവിടെ വരുമ്പോൾ പഴയ വലിയ വലിയ സിനിമകൾ ചെയ്തുള്ള നിർമ്മാതാക്കൾ എനിക്ക് തന്ന ചെക്ക് മടങ്ങി ചെക്ക് ഇദ്ദേഹത്തിന് നേരെ വലിച്ചെറിഞ്ഞു ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പാവം പയ്യനെ നിങ്ങൾ അയാളെ ഭാവി കളഞ്ഞത്? ഇയാൾ ആദ്യ സിനിമ ചെയ്ത് 75 ദിവസമുള്ള ഓടിയൊരു സിനിമയാണ്. നിങ്ങൾ ഇത്രയും പേര് മലയാളത്തിലെ വലിയൊരു സൂപ്പർ സ്റ്റാർ, തമിഴിലെ വലിയ 2 സൂപ്പർ സ്റ്റാർസിൽ സമ്മതിച്ചിരിക്കുന്ന ഇത്രയും ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഈ പ്രോജക്റ്റ് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ടല്ലേ ഇല്ലാതായത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇയാളുടെ കുടുംബം നശിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടിയില്ല. അപ്പോൾ അവർ പറഞ്ഞു എത്രയും വേഗം ഇയാൾക്ക് കുറച്ച് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരു സ്റ്റേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ